ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിവിടെ സോയാ ചങ്ക് കൊണ്ടൊരു മസാല റോസ്റ്റ് തയ്യാറാക്കാം. നമ്മളിവിടെ ഒരു പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് സവാള വഴറ്റി തക്കാളിക്കാൻ വഴറ്റി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ചതച്ച പേസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കുരുമുളക് പൊടിയും കുറച്ച് ഏറെ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് എണ്ണ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ചെറിയ സോയ ചങ്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നല്ലപോലെ കുതിർത്ത് ഒരു 2-3 മണിക്കൂർ കുതിർത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സോയ ചങ്കും കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. കുറച്ച് വേവുണ്ട് ഇതിന്. കുക്കറിൽ തനിയെ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ സോയ ചങ്ക് തനിയെ വേവിച്ചതിന് ശേഷം നമുക്ക് സവാളയും തക്കാളിക്കും എല്ലാം വഴറ്റി അതിൻ്റെ കൂടെ ചേർത്തെടുത്താലും മതിയാവും. അങ്ങനെയും ചെയ്യാം. നമുക്കിത് ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ലപോലെ അടച്ച് വേവിക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ല വരട്ടിയെടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. നമുക്ക് ഇച്ചിരി ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായിട്ട് ചെയ്യണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് അയഞ്ഞ പരുവത്തിൽ ചെയ്താൽ അത് നല്ല ടേസ്റ്റാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. കുട്ടികൾക്കും നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും ഇത് നല്ലൊരു കറിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.